നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജോലി തേടി പുതിയ ജീവിതം തേടി നാടുവിട്ടതാണ് നിമിഷപ്രിയ. അവിടെ അവൾക്ക് വിധിക്കപ്പെട്ടത് വധശിക്ഷയാണ്. നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായിരിക്കുന്നു. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് നമ്മൾ. ഇതിനിടെയാണ് വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയ നൽകിയ അപ്പീൽ യമൻ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ഇനി യമൻ രാഷ്ട്രപതിക്ക് മാത്രമേ ഇത് സംബന്ധിച്ച് അനുകൂല തീരുമാനം കൈക്കൊള്ളാൻ കഴിയൂ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയ, ഇവരുടെ മോചനം പ്രതീക്ഷിച്ച് 13 വയസ്സുകാരി മകൾ മിഷേൽ അടക്കമുള്ളവർ ഇപ്പോൾ യമനിൽ എത്തിയിരിക്കുകയാണ്. പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ കെ പോളിനുമൊപ്പമാണ് മിഷേൽ യമനിലെ അധികൃതരോട് അമ്മയുടെ മോചനത്തിനായി ദയയാചിക്കാൻ എത്തിയിരിക്കുന്നത്. വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കഴിഞ്ഞ 10 വർഷമായി മകൾ കണ്ടിട്ടില്ല. അതായത് 3 വയസ്സിൽ കണ്ടതാണ്. അതിനുശേഷം പിന്നെ ആ കുട്ടിക്ക് അമ്മയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നടത്തിയ വികാരനിർഭരമായ അഭ്യർത്ഥനയിൽ മിഷേൽ, എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദയവായി സഹായിക്കണം. അമ്മയെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതേസമയം നിമിഷയുടെ ഭർത്താവ് ടോമി തോമസും അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ദയവായി എൻ്റെ ഭാര്യ നിമിഷപ്രിയയെ രക്ഷിക്കണം, സ്വന്തം നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. മിഷേലിനും പിതാവിനുമൊപ്പം യമൻ അധികൃതരോട് സംസാരിക്കാൻ ഡോക്ടർ കെ പോളും ഉണ്ടായിരുന്നു. യമൻ അധികാരികൾക്കും ചർച്ചകളിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന തലാൽ കുടുംബത്തിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. നിമിഷയുടെ ഏക മകളാണ്. 10 വർഷമായി അവളെ കണ്ടിട്ടില്ല. മിഷേൽ ഇവിടെയുണ്ട്. തലാൽ കുടുംബത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ നിമിഷയെ എത്രയും വേഗം, ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ മോചിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. PTA പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പോൾ പറയുന്നു. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമങ്ങൾ തുടരുന്നതിനിടെ നിമിഷപ്രിയയുടെ അമ്മ വീട്ടുതടങ്കലിലാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് നിമിഷപ്രിയയുടെ അമ്മ തന്നെ, പ്രേമകുമാരി തന്നെ വന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മകളെ യമനിൽ വിട്ടിട്ട് നാട്ടിലേക്ക് വരാൻ കഴിയില്ല. ആരും എന്നെ നിർബന്ധിച്ച് യമനിൽ പിടിച്ചു വെച്ചിട്ടില്ല എന്ന് ആ അമ്മ പറയുന്നു. അനാവശ്യ പ്രചരണങ്ങൾ നടത്തരുതെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ പ്രേമകുമാരി അപേക്ഷിക്കുകയാണ്. നിമിഷപ്രിയയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്, നിമിഷയെ കാണാനും കഴിയുന്നുണ്ട് എന്നാണ് പ്രേമകുമാരി വീഡിയോയിൽ പറഞ്ഞത്. 2024 ഏപ്രിൽ 20 മുതൽ യമനിൽ കഴിയുകയാണ് നിമിഷപ്രിയയുടെ അമ്മ. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ വീട്ടുതരങ്കലിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചതാണ് പ്രശ്നമായത്. കാരണം അങ്ങനെ പ്രചരിക്കുന്ന ഓരോ വാർത്തയും നിമിഷപ്രിയയ്ക്ക് എതിരായി വരുന്നു. തലാലിന്റെ സഹോദരൻ മലയാള മാധ്യമങ്ങൾ വായിക്കുന്നു. അതിൽ വരുന്ന ഓരോ വാർത്തകളും പൊടിപ്പും തൊങ്കലും വെച്ച വാർത്തകളാണ് കൂടുതൽ വരുന്നത്. ഇവയെല്ലാം തന്നെ നിമിഷപ്രിയയ്ക്ക് നെഗറ്റീവായി തന്നെ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവ് ടോമി തോമസും പറയുന്നത് അതുതന്നെയാണ്. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രചരണങ്ങൾ ഒന്നും തന്നെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾ ഉണ്ടാകുമെന്ന് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് പറഞ്ഞതായാണ് സേവ് നിമിഷപ്രിയ ഫോറം പ്രസ്താവനയിൽ അറിയിച്ചത്. ഈ ദൗത്യം തികച്ചും മാനുഷികമാണെന്ന് ഡോക്ടർ പോൾ ചൂണ്ടിക്കാട്ടുകയും യുദ്ധവും വിദ്വേഷവും മൂലമുണ്ടാകുന്ന ദുരിതങ്ങളിലേക്ക് ലോക ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തു. യുദ്ധങ്ങളും അനാവശ്യമായ ഏറ്റുമുട്ടലുകളും കാരണം തകരുന്ന ഒരു ലോകത്താണ് നിർഭാഗ്യവശാൽ നമ്മൾ ജീവിക്കുന്നത്. ഈ ദൗത്യം വിജയകരമാകുമെന്നും ദുരിതമനുഭവിക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങൾക്കും ഇതൊരു മാതൃകയാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഇന്ത്യൻ സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലുകൾ കാരണം ജൂലൈ 16 നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇന്ത്യൻ സർക്കാർ പിന്നീട് അറിയിച്ചിരുന്നു. ഇരയുടെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. എന്നാൽ ആ കുടുംബം ഈ വാഗ്ദാനം നിരസിച്ചിരിക്കുകയാണ്. പകരം അവരുടെ വധശിക്ഷ നടപ്പാക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിക്ക് ഇപ്പോൾ ഒരു ആൺകുട്ടി ജനിച്ചിരുന്നു. ആ കുടുംബത്തിലുണ്ടാകുന്ന വാർത്തകളും ഇപ്പോൾ ചർച്ചയാകുക തന്നെയാണ്. മഹദി തന്നെയാണ് തനിക്കൊരു കുഞ്ഞുണ്ടായി എന്ന കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിവരം പങ്കുവച്ചത്. വിലമതിക്കാനാകാത്ത അനുഗ്രഹമാണെന്നും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണെന്നും ദൈവത്തിന് നന്ദിയെന്നും മഹദി കുറിച്ചിരുന്നു. എന്നാൽ ആ കുറിപ്പിനൊപ്പവും കമന്റുകൾ ചർച്ചയാകുന്നു. പോസ്റ്റിനോടനുബന്ധിച്ച് നിരവധി മലയാളികളാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കണമെന്ന അപേക്ഷയുമായി രംഗത്തെത്തിയത്. ഇത്രയും സന്തോഷമുണ്ടാകുന്ന ഒരവസരത്തിലെങ്കിലും നിമിഷപ്രിയയുടെ ജീവൻ തിരിച്ചു തന്നൂടെ എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ ചോദിക്കുന്നത്. നിമിഷപ്രിയയോട് ദയ കാണിക്കണമെന്നും
വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. എന്നാൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും യാതൊരുവിധ ഇളവുകൾക്കും തയ്യാറല്ല എന്ന് മഹ്ദി പിന്നെയും അറിയിച്ചിരിക്കുകയാണ്. വധശിക്ഷ നടപ്പിലാക്കുമെന്നും യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ശിക്ഷ വാങ്ങി നൽകുക എന്ന അനിഷേധ്യമായ അവകാശത്തെ ചർച്ചയുടെയോ വിട്ടുവീഴ്ചയുടെയോ പേരിൽ അടിച്ചമർത്താൻ ആരെക്കൊണ്ടും അനുവദിക്കില്ല എന്ന് മഹ്ദി പറയുമ്പോൾ ഇപ്പോഴും നിമിഷപ്രിയയുടെ മോചനം ചോദ്യചിഹ്നമാകുകയാണ്. ചില സന്ദർഭങ്ങളിൽ വധശിക്ഷ നീട്ടിവെക്കാറുണ്ടെന്നും എന്നാൽ അത് നടപ്പിലാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നുമാണ് മഹ്ദി പറയുന്നത്. വധശിക്ഷ നീട്ടിവെക്കുന്നതിന്റെ തീരുമാനങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു എന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മധ്യസ്ഥത ചർച്ച നടന്നു എന്ന കാര്യം അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നതേയില്ല. നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകളൊന്നും തന്നെ ഇനി ബാക്കിയില്ല. നിമിഷ കുറ്റം ചെയ്തിട്ടില്ലെന്നും അടിച്ചേൽപ്പിച്ചതാണെന്നുമാണ് കുടുംബം പറയുന്നത്. ശിക്ഷ ഇളവ് ലഭിക്കുന്നതിനായി അപ്പീൽ നൽകാൻ കുടുംബസ്വത്ത് അടക്കം വിറ്റാണ് ബന്ധുക്കൾ കോടതിയിൽ പണം കെട്ടിവെച്ചത്. നിമിഷയുടെ അമ്മ പ്രേമകുമാരി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ദയാഹർജി യമൻ കോടതി തള്ളിയ വിവരം പോലും കുടുംബം അറിയുന്നത്. കേസുണ്ടായ ഉടൻ ഒരു അഭിഭാഷകനെ ഏർപ്പാടാക്കാൻ 50,000 ഇന്ത്യൻ രൂപ മകൾ ആവശ്യപ്പെട്ടിരുന്നു. വീട്ടുജോലിക്ക് നിൽക്കുന്ന തനിക്ക് അന്നത് കൊടുക്കാൻ കഴിയാത്തതിന്റെ വേദന ആ അമ്മ പറഞ്ഞിരുന്നു. പിന്നീട് 2024 ഏപ്രിലിൽ മഹ്ദിയുടെ കുടുംബത്തെ കണ്ട് ദയയാചിക്കാൻ അമ്മ യമനിലും എത്തി. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ആണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി 2021 ഓഗസ്റ്റിൽ ഇന്ത്യയിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം രാജ്യാന്തര തലത്തിലെ തന്നെ അറിയപ്പെടുന്ന മധ്യസ്ഥനായ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു കൗൺസിൽ രൂപീകരിച്ചത്. അഭിഭാഷകർ, മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ, വിദേശത്തുള്ള ഇന്ത്യൻ പ്രതിനിധികൾ എന്നിവരെല്ലാം കൗൺസിലിന്റെ ഭാഗമായിരുന്നു. സർക്കാരിതര സന്നദ്ധ സംഘടനകൾ, അന്താരാഷ്ട്ര ഏജൻസികൾ തുടങ്ങിയവരുടെ എല്ലാം സഹകരണത്തോടെ മോചന ദൗത്യം ഏകോപിപ്പിക്കലായിരുന്നു ഇതിന്റെ ദൗത്യം. യമനിലെ മേൽക്കോടതികൾ വിചാരണ തുടങ്ങിയപ്പോൾ തന്നെ ആക്ഷൻ കൗൺസിൽ ഇന്ത്യൻ സർക്കാർ തലത്തിലും എംബസി തലത്തിലും കോടതി തലത്തിലും ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് യമനിലെ തന്നെ മുതിർന്ന അഭിഭാഷകന്റെ സേവനം നിമിഷപ്രിയയ്ക്കായി ലഭ്യമാക്കി. ദിയാദനം നൽകി കേസ് അവസാനിപ്പിക്കാൻ തലാൽ മുഹമ്മദിന്റെ കുടുംബവുമായി നടക്കുന്ന ചർച്ചകൾക്കും ആക്ഷൻ കൗൺസിലാണ് നേതൃത്വം നൽകുന്നത്. നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് വേണ്ടി സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോട് കോടതി വിശദീകരണം തേടിയിരുന്നു. നിമിഷപ്രിയയുടെ കേസിൽ നേരിട്ട് ഇടപെടാനാവില്ല എന്നും എന്നാൽ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും നൽകാൻ സന്നദ്ധമാണ് എന്നുമാണ് അന്ന് സർക്കാർ വ്യക്തമാക്കിയത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് സംസ്ഥാന സർക്കാരും കുടുംബത്തിന് ഉറപ്പു നൽകിയിരുന്നു. നിമിഷയുടെ മോചനത്തിനായി നയതന്ത്ര ഇടപെടൽ അടക്കം ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള നിരവധി നേതാക്കൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. ദിയാദനം നൽകിയാൽ മോചനം സാധ്യമാണെങ്കിൽ അത് നൽകാൻ സന്നദ്ധനാണെന്ന് മലയാളി വ്യവസായി യൂസഫ് അലിയും വാക്ക് നൽകിയിരുന്നു. യമൻ നിയമവും മോചനത്തിനുള്ള വഴികളും പക്ഷേ എപ്പോഴും വളരെയധികം പ്രശ്നം പിടിച്ചത് തന്നെയാണ്. ഉയർന്ന വധശിക്ഷാ നിരക്കിന് പേരുകേട്ട രാജ്യമാണ് യമൻ. പ്രായപൂർത്തിയാകാത്തവരെയും സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുന്ന വ്യക്തികളെയും അടക്കം ഇവിടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാറുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ മനുഷ്യാവകാശ സംഘടനകൾ പലപ്പോഴും രാജ്യത്തെ നടപടിക്രമ ലംഘനങ്ങൾ, നിർബന്ധിത കുറ്റസമ്മതം, പരിമിതമായ നിയമസഹായം എന്നിവ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യായമായ വിചാരണ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സാഹചര്യങ്ങളിൽ വധശിക്ഷകൾ നിർത്തണമെന്ന് UN വിദഗ്ധർ തന്നെ യമനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ശരിയത്ത് തത്വങ്ങളുള്ള ക്രിമിനൽ കോടതികൾക്ക് കീഴിലാണ് യമനിലെ വിചാരണകൾ നടക്കുന്നത്. വധശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ വിധിന്യായങ്ങൾ പലപ്പോഴും പുരുഷ സാക്ഷികളുടെ മൊഴിയെയും കുറ്റസമ്മതത്തെയും ആശ്രയിച്ചിരിക്കും. പ്രതികൾക്ക് ഒന്നിലധികം തലങ്ങളിൽ അപ്പീൽ നൽകാം. യമൻ സുപ്രീം കോടതി അവലോകനം ചെയ്യും. യമൻ പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ ഒരു വധശിക്ഷയും നടപ്പിലാക്കാൻ കഴിയുകയുമില്ല. നിമിഷപ്രിയയുടെ കാര്യത്തിൽ പ്രസിഡന്റ് അനുമതി നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ ആകെയുള്ള വഴി ബ്ലഡ് മണിയാണ്. ഇസ്ലാമിക നിയമം അനുസരിച്ച് കുറ്റകൃത്യങ്ങളുടെ ഇരകൾക്ക് കുറ്റവാളികളെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. കൊലപാതകത്തിന്റെ കാര്യത്തിൽ ഈ തത്വം ഇരകളുടെ കുടുംബങ്ങൾക്ക് ബാധകമാണ്. നഷ്ടപരിഹാരം നൽകുന്നതിന് പകരമായി ഇരയുടെ കുടുംബത്തിന് പ്രതിക്ക് മാപ്പ് നൽകാം. ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാര നീതി ഉറപ്പാക്കുന്നതിനൊപ്പം ക്ഷമയുടെ ഗുണത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ആശയമെന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. പ്രതിയുടെ കുടുംബമോ പ്രതിനിധികളോ ഇരയുടെ കുടുംബവുമായുള്ള ചർച്ചയിലൂടെയാണ് സാധാരണയായി തുക നിശ്ചയിക്കുന്നത്. ഇത് പലപ്പോഴും സ്വകാര്യമായിരിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മാപ്പു നൽകാൻ തയ്യാറായാൽ മാത്രമേ മോചനം സാധ്യമാവൂ എന്നുമുണ്ട്. നിമിഷപ്രിയയുടെ കേസിൽ വധശിക്ഷയിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ $10 ലക്ഷം ദിയാദനമായി നൽകാമെന്നാണ്
ഏറ്റവും ഒടുവിൽ യമൻ പൗരന്റെ കുടുംബത്തെ അറിയിച്ചത്. എന്നാൽ മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾ മാപ്പു നൽകുന്നതിനോട് വിയോജിച്ചിരിക്കുകയാണെന്നാണ് വിവരം. മിക്ക കേസുകളിലും വെടിവെച്ചാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത്. സാധാരണയായി ജയിലുകളിലാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയിട്ടുമുണ്ട്. യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമോ അവിടെ ഇന്ത്യൻ എംബസിയോ ഇല്ല. യമനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 2016 മുതൽ ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് യാത്രാവിലക്കുമുണ്ട്. എംബസിയുടെ പ്രവർത്തനങ്ങൾ യമനിൽ കാര്യമായി ഇല്ല. ഗോത്ര സമുദായങ്ങളാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തലസ്ഥാനമായ സന ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണ്. ഹൂതി അധികാരികളുമായി ഇന്ത്യക്ക് ഔപചാരിക ബന്ധമില്ല. ഇത് നയതന്ത്ര ഇടപെടൽ സങ്കീർണമാക്കുന്നു. ഇതിനിടെ വിദേശകാര്യ മന്ത്രാലയം ഇറാന്റെ പങ്കാളിത്തം തേടാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. വിദേശകാര്യ മന്ത്രാലയവും സർക്കാരും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ സഹായവും തേടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസിന്റെ KC വേണുഗോപാലും CPMന്റെ K രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ പ്രധാനമന്ത്രി മോദിയോട് അടിയന്തര നയതന്ത്ര നടപടികൾക്കായി പരസ്യമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിനിടെ നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്രം ഇടപെടണമെന്നാവശ്യപ്പെടുന്ന ഹർജിയും സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.